ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 1600 രൂപയുടെ വിതരണം സംബന്ധിച്ച് ഈ ആഴ്ച സർക്കാരിൻ്റെ ഉത്തരവുകൾ പുറത്തിറങ്ങും. ഒക്ടോബർ 25-ന് ശേഷം സാധാരണ രീതിയിൽ ഇതുപോലെ തന്നെ ഒരു ഗഡു പെൻഷൻ ആയിരിക്കും നമുക്ക് വിതരണം ചെയ്യുക. എന്നാൽ ഇതുകൂടാതെ ഒരു ഗഡു കൂടി, അതായത് നിലവിൽ കുടിശ്ശികയിൽ ഒരു ഗഡു ഇപ്പോൾ നിലവിൽ ശേഷിക്കുന്നുണ്ട്. അത് ഇലക്ഷന് മുൻപേ തന്നെ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ മാസം 1-ാം തീയതിയോടെയാണ് സർക്കാരിൻ്റെ കുറച്ച് നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തു വരാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 16-ൽ പരം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക്, അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ തന്നെ 1600 രൂപ വീതം നിലവിൽ ലഭിക്കുന്നവർക്കെല്ലാം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അതേപടി ലഭിക്കുന്നതായിരിക്കും. നിലവിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മാത്രമാണ് ഇപ്പോൾ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കുടിശ്ശികയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയേക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. 200 രൂപയാണ് ആദ്യം വർദ്ധിപ്പിക്കുക, പിന്നീട് 200 രൂപ കൂടി വർദ്ധിപ്പിക്കും. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ലെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ധാരണയത്രേ. ഇത് സംബന്ധിച്ച് അടുത്ത മാസം ആദ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയേക്കും. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നതാണ് ഇടത് സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ്. നിലവിൽ 1600 രൂപയാണ് പെൻഷൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുത്ത് വരുന്നത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.